ചാപ്റ്റർ 1 ലാസ്റ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇഫ് വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് അനദർ പൊസിഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട്, the sum of the terms at these positions do not change എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. 2 4 6 8 10 12 എന്ന് തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സം ഓഫ് ദ ടേംസ് നമ്മൾ ഏതെങ്കിലും രണ്ട് ടേം എടുത്ത് പ്ലസ് ചെയ്താൽ 6ഉം 8ഉം കൂടി പ്ലസ് ചെയ്തു, 6 + 8 6 + 8 നമ്മൾ ചെയ്താൽ എന്താ കിട്ടണേ? 14 അല്ലേ കിട്ടണേ. ഇനി ഒരു പൊസിഷൻ മുന്നിലേക്കും ഒരു പൊസിഷൻ ബാക്കിലേക്കും എടുത്ത് നമ്മൾ ഈ 4ഉം 10ഉം കൂടി പ്ലസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ്? ഈ എടുത്ത ടേംസ് കൂടാതെ ഒരു പൊസിഷൻ മുന്നിലേക്കും ഒരു പൊസിഷൻ പിന്നിലേക്കും കൂട്ടിയെടുത്ത ടേംസുകൾ നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പോൾ 4 + 10 ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്നു? സം റിമെയിൻസ് ദ സെയിം. കണ്ടോ? സം അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ വീണ്ടും 2 ടേംസ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഏതാ ലാസ്റ്റ് വരുന്നത്? 2ഉം 12ഉം അല്ലേ? 2ഉം 12ഉം കൂടി പ്ലസ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 14 തന്നെയാണ് കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം, in an arithmetic sequence if the sum of two position is equal to sum of other two position, then the sum of the terms at each pair is the same. നമുക്ക് x1 x2 വെച്ചിട്ടൊന്ന് പഠിക്കാം. ഇത് x1 x2 x3 x4 x5 x6 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്നത് x3 plus x4 x3 plus sum of the terms x3 plus x4 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? x2 plus x5നോടും അതുപോലെ x1 plus x6നോടും തുല്യമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറയണത്? നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്യാം. x3 plus x4 എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? x2 plus x5ന് തുല്യമായിരിക്കും. അതുപോലെ x1 plus x6നും തുല്യമായിരിക്കും. അതുപോലെ ഈ പൊസിഷനുകളൊന്ന് പ്ലസ് ചെയ്ത് നോക്കൂ. 3 + 4 എന്താണ്? 7. 2 + 5 സെക്കൻഡ് പൊസിഷനിലും 5th പൊസിഷനിലും കിടക്കുന്ന ടേമുകൾ കണ്ടോ? പൊസിഷൻ സമ്മും സെയിം ആയിരിക്കും, ടേം സമ്മും സെയിം ആയിരിക്കും. 2 + 5 7, 1 + 6 7. ആ ടേമുകൾ പ്ലസ് ചെയ്താലും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്യുക. 2 4 6 8 തന്നെ എടുക്കുക. 2 4 6 8 10 12 എടുത്തു എന്നായിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തു. നമ്മളിപ്പോൾ ചെക്ക് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? 6 + 8 എന്താണ്? 14. അതുപോലെ 4 + 10 എന്താണ്? 14. 2 + 12 എന്താണ്? 14. അപ്പോൾ ഓരോ പെയേഴ്സും നമ്മൾ 6 + 10ഉം അതുപോലെ 2 + 12ഉം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 14 ആണ് സമ്മായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം സെയിം ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ x1 നമുക്ക് വീണ്ടും x1 x2ലേക്ക് വരാം. x3 x4 x5 x6 എന്ന് തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വിചാരിക്കാം. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര പെയേഴ്സ് ഉണ്ട്. ഇതിൽ എത്ര പെയേഴ്സ് ഉണ്ട്? 6 ടേംസ് ആണെങ്കിൽ എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും? ടോട്ടൽ ടേംസ് എത്രയാണ് ഇവിടെ? ടോട്ടൽ ടേംസ് എത്ര ടേംസ് ഉണ്ട് ഇവിടെ? ടോട്ടൽ ടേംസ് 6 ആണെങ്കിൽ എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നതാണ് 6/2 എന്ന് പറഞ്ഞാൽ 3 പെയേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കൂ. x3ഉം x4ഉം. അതുപോലെ ഏതൊക്കെയാണ് ഇവിടെ പെയേഴ്സ്? x3, x4 ഒരു പെയർ അല്ലേ? അടുത്ത പെയർ ഏതാ വരിക? x2, x5. വേറെ ഏതാ അടുത്ത പെയർ? x1, x6. അങ്ങനെ എത്ര പെയേഴ്സ് കിട്ടും? 3 പെയേഴ്സ് കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർമുല നമ്പർ ഓഫ് പെയേഴ്സും സം ഓഫ് ഓൾ ടേംസും തമ്മിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമുല നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ സം ഓഫ് ഈച്ച് പെയർ
ഓരോ പെയറുകളുടെയും സമ്മ് ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്, എത്ര പെയേഴ്സുകളുണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഓൾ ടേംസ് കിട്ടും. എല്ലാ ടേമുകളുടെയും തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് പെയറുകളുടെ സമ്മിനെ നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. 2, 4, 6, 8, 10, 12 എന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സം ഓഫ് ഈച്ച് പെയർ നമ്മൾ എന്താ ഇവിടെ കിട്ടണത്? 6 + 8 എന്താണ്? 14 അല്ലേ? 14 ഇൻറ്റു എത്ര പെയേഴ്സ് ഉണ്ട് ഇവിടെ? എത്ര പെയേഴ്സ് ഉണ്ട്? 3 പെയേഴ്സ് ഉണ്ട് അല്ലേ? 6ഉം 8ഉം ഒരു പെയർ, 10ഉം 4ഉം ഒരു പെയർ, 12ഉം 2ഉം കൂട്ടിയ ഒരു പെയർ. അപ്പോൾ 14 ഇൻറ്റു 3 ആണ് ഇതെല്ലാം കൂടി കൂട്ടിയത്. പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ 12 വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 14 ഇൻറ്റു 3 എന്താണ്? സം ഓഫ് ഓൾ ടേംസ് ആണ്. സം ഓഫ് ഓൾ ടേംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂടി കൂട്ടിയാലാണ് നമുക്ക് കിട്ടുക? ഇതെല്ലാം 2 + 4 + 6 + 8 + 10 + 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 14 ഇൻറ്റു 3 അത് എത്രയായിരിക്കും? 42. ഒന്ന് ചെയ്ത് നോക്കൂ. 42 ആവണം. ഏത് കൂട്ടിയാൽ? 2 + 4 + 6 + 8 + 10 + 12. 42 ആണോ എന്ന് ചെക്ക് ചെയ്യൂ. 2 + 4 6, 6 + 6 12, 12 + 2 12 + 8 20, 20 + 10 30, 30 + 12 എന്താണ്? 42 അല്ലേ? അപ്പോൾ സം ഓഫ് ഓൾ ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഈച്ച് പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഫോർമുല പഠിക്കുക. ഇതിന് തിരിച്ചും നമുക്ക് പറയാം. സം ഓഫ് ഈച്ച് പെയർ കാണണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഓൾ ടേംസിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? നമ്പർ ഓഫ് പെയേഴ്സ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് 4 ടേംസ്. അപ്പോൾ x1 + x2 + x3 + x4 അങ്ങനെ 4 ടേമുകൾ കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? 100 കിട്ടുമെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. പല വിധത്തിൽ നമുക്ക് എഴുതാം. ആകെ ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? സം ഓഫ് ഈച്ച് പെയർ. സം ഓഫ് ഈച്ച് പെയർ എങ്ങനെയായിരിക്കും? ആദ്യം നമുക്ക് എന്തറിയണം? നമ്പർ ഓഫ് പെയേഴ്സ് അറിയണം. നമ്പർ ഓഫ് പെയേഴ്സ് ഈവൺ നമ്പർ ആയത് കാരണം പെയേഴ്സ് കാണുക. നമ്പർ ഓഫ് പെയേഴ്സ് എത്ര പെയർ ഉണ്ട്? x2ഉം x3ഉം ഒരു പെയർ, x1ഉം x3, അല്ലെങ്കിൽ 4 ടേംസ് ആണെങ്കിൽ 4 / 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര പെയർ ഉണ്ടാവും? 2 പെയർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? സം ഓഫ് ഈച്ച് പെയർ. സം ഓഫ് ഈച്ച് പെയർ രണ്ട് വിധത്തിൽ ഫോർമുല എഴുതാം കേട്ടോ. സം ഓഫ് ഈച്ച് പെയർ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഓൾ ടേംസ്. എല്ലാ ടേംസിൻ്റെയും സമ്മിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് പെയേഴ്സ്. അപ്പോൾ സം ഓഫ് ഓൾ ടേംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. സം ഓഫ് ഈച്ച് പെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ 50 ആയിരിക്കണം? x2 + x3ഉം അതുപോലെ x1 + x4ഉം എന്ത് കിട്ടണം? 50 കിട്ടുന്ന വിധത്തിലുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ x2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം 20 എന്ന് ഞാൻ എടുത്തു. അപ്പോൾ തേർഡ് ടേം എന്തെടുക്കണം? 20 കൂടെ എത്ര കൂട്ടിയാലാണ് 50? 30 എടുക്കണ്ടേ? അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായി? 10 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 40. ഇവിടുന്ന് 10 കുറച്ച് എന്തായിരിക്കും? 10. അപ്പോൾ ഇത് ഫസ്റ്റ്. അങ്ങനെ എത്ര എണ്ണം എഴുതാനാണ് പറയുന്നത്? 4 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു എളുപ്പപ്പണി ചെയ്യാം. ഇത് 20ൽ കൂടെ 1 കൂട്ടി. അപ്പോൾ 21.
അപ്പോൾ ഇതിൽ ഒന്ന് കൂട്ടിയാൽ ഇവിടെ എന്ത് ചെയ്യണം, ഒന്ന് കുറയ്ക്കണം അല്ലേ, എന്നാലല്ലേ അതിൻ്റെ സമ്മ് 50 ഉള്ളൂ. ഇപ്പോൾ നോക്കൂ 21 + 29 എന്ത് കിട്ടി, 50 അല്ലേ. ഇനി നമുക്കപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 29 നിന്ന് 21 പോയാൽ എത്രയാണ്, 8 അല്ലേ. അപ്പോൾ 21 നിന്ന് 8 കുറയ്ക്കുക, അപ്പോൾ ഇവിടെ എന്ത് വരും, 13 വരും. 29 കൂടെ 8 പ്ലസ് ചെയ്യുക, അപ്പോൾ എന്ത് വരും, 37 എന്ന് വരും. അതുപോലെ 21 നിന്ന് വീണ്ടും ഒരു 1 കൂട്ടി, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 22 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരെണ്ണം കുറയ്ക്കണം, എന്നാലല്ലേ 50 ഉള്ളൂ. ഇത് രണ്ട് മിഡിൽ ടേംസുകൾ തമ്മിൽ കൂട്ടിയാൽ 50 കിട്ടണം. അപ്പോൾ ഒരു സ്ഥലത്ത് കൂട്ടിയാൽ ഒരു സ്ഥലത്ത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായി മാറി, 6 ആയി മാറി. 28 - 22 6 ആണ്. അപ്പോൾ 22 നിന്ന് 6 കുറയ്ക്കുക, അപ്പോൾ എന്ത് വരും, 16. അതുപോലെ 28 കൂടെ 6 കൂട്ടുക, അപ്പോൾ എന്ത് വരും, 34 എന്ന് കിട്ടി. അതുപോലെ വീണ്ടും ഒരെണ്ണം എഴുതാലോ, 23 എഴുതി, അപ്പോൾ ഇവിടെ എന്തായി മാറും, 27 ആവും. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് 4 ആണ് അല്ലേ, 4 ആയി. അപ്പോൾ 23 നിന്ന് 4 പോയാൽ എത്രയാണ്, 19 ആണ്. 27 കൂടെ 4 കൂട്ടിയാൽ എത്ര വരിക, 31 എന്ന് വരും. അപ്പോൾ വേണം ചെക്ക് ചെയ്യുക, ഫസ്റ്റും ലാസ്റ്റ് ടേമുകൾ കൂട്ടിയാലും കൂടി നമുക്ക് എന്ത് കിട്ടണം, 50 കിട്ടണം. അങ്ങനെയാണ് ഇതിൽ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 എന്ന് പറഞ്ഞാൽ x1 എന്ന് പറയുന്നത് 5 ആണ്. സം ഓഫ് ഫസ്റ്റ് 6 ടേം, അപ്പോൾ 6 ടേമുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു എന്നാണ് പറയുന്നത്, x4 + x5 + x6. ഫസ്റ്റ് 6 ടേമുകളുടെ തുക എന്നാണ്, 105 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 ടേമിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 6 ടേം ഉണ്ടെങ്കിൽ ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എത്ര പെയേഴ്സ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് ഇതിൽ എത്ര പെയേഴ്സ് ആക്കാം, x3 x4 ഒരു പെയർ, നമുക്ക് അല്ലെങ്കിൽ 6 ÷ 2 ചെയ്താൽ മതി. 3 പെയേഴ്സ് ഉണ്ട് അല്ലേ, x3 x4 x2 x5 x1 x6 3 പെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ x1 അറിയാം, നമുക്ക് എന്താ അറിയാം, സം ഓഫ് ഈച്ച് പെയർ. എന്താണ് സം ഓഫ് ഈച്ച് പെയർ, ഫോർമുല എന്താണ്, സം ഓഫ് ഈച്ച് പെയർ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ഓൾ ടേംസ്. സം ഓഫ് ഓൾ ടേംസ്, എല്ലാ സമ്മിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സം ഓഫ് ഈച്ച് പെയർ കിട്ടും. നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 35 എന്ന് കിട്ടും. സം ഓഫ് ഈച്ച് പെയർ, എല്ലാ പെയറുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, 35 എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ ഏതൊക്കെ സമ്മ, നമുക്ക് x3 + x4 എടുക്കാം, അല്ലെങ്കിൽ x2 + x5 എടുക്കാം, x1 + x6 എടുക്കാം. അപ്പോൾ നമുക്കിവിടെ x1 + x6 എടുക്കാം, കാരണം x1 നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, x1 + x6 എന്ന് പറയുന്നത് 35 ആണെന്ന് എടുത്തു. x1 എന്താണ്, 5 ആണ് അല്ലേ. 5 + x6 എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ x6 എത്രയായിരിക്കും, x6 എന്ന് പറയുന്നത് 35 - 5, അപ്പോൾ എത്രയായിരിക്കും, 30 ആയിരിക്കും. x6 30 ആണെങ്കിൽ x1 5 ആണ്. അപ്പോൾ 6 ടേംസ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കോമൺ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x6 - x1 ÷ 6 - 1. x6 എത്രയാണ്, 30 - 5 / 5. അപ്പോൾ 30 - 5 എത്രയാണ്, 25 / 5 ചെയ്താൽ ആൻസർ എന്താണ്, 5. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി, 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാലോ, x1 എന്താണ്, 5. അപ്പോൾ അത് കൂടെ 5 കൂട്ടുക, 5 + 5 10, 10 + 5 15, 15 + 5 20. 6 ടേംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 20 + 5 25, 25 + 5 30. അപ്പോൾ 6 ടേംസ് ആയില്ലേ. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദ സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് 7th and 8th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസസ് 50 എന്ന് തന്നിട്ടുണ്ട്. x7ഉം x8ഉം 7th ടേമും 8th ടേമും തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്, 50 കിട്ടുമെന്നാണ് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? 14 ടേംസിൻ്റെ സമ്മാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. x1 പ്ലസ് x2 പ്ലസ് x4 അങ്ങനെ ഏതുവരെ കൂട്ടണം? 14 ടേംസ് വരെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇത് എഴുതണത് ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് എഴുതണമെന്നില്ല. ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14 ടേംസ് കൂട്ടിയാൽ എന്താണ്, അതാണ് ആൻസർ. അപ്പോൾ 14 ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേംസുകൾ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പെയർ ചെയ്യണം. എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് പെയേഴ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് പെയേഴ്സ് എത്ര പെയേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ദർ ആർ 14 ടേംസ് ഉണ്ട്. അപ്പോൾ 7 പെയേഴ്സ് ഉണ്ടായിരിക്കും. 7 പെയേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നോക്കുക, x7ഉം x8ഉം എന്തായിരിക്കും? ഇതിൻ്റെ മിഡിൽ ടേംസ് ആണ്. അപ്പോൾ 7 + 8 6, x6 x9, x5 x10, x4 കൂടെ x11, x3 x12, x2 x13, x1 x14 കണ്ടോ? അപ്പോൾ നമ്മളെ 7 പെയേഴ്സ് നമുക്ക് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്. ഇതിൻ്റെ ഫുള്ളും സം ഓഫ് ഓൾ ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ഫോർമുല എന്താണ്? സം ഓഫ് ഓൾ ടേംസ് എന്ന് പറയുന്നത് സം ഓഫ് ഈച്ച് പെയർ ഇൻറ്റു സം ഓഫ് ഓൾ ടേംസ്. എല്ലാ ടേമുകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് ഏതിന് തുല്യമാണ്? സം ഓഫ് ഈച്ച് പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയേഴ്സ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഓൾ ടേംസ് കിട്ടും. അപ്പോൾ സം ഓഫ് ഈച്ച് പെയർ, ഇവിടെ ഈച്ച് പെയർ നമുക്ക് എന്തെടുക്കാം? x7ഉം x8ഉം ആണ് അല്ലേ? x7 + x8 ആണ് ഇവിടെ ഒരു പെയർ. അതിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? x7 + x8 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ 50 × 7 ചെയ്താൽ മതി. 50 × 7 എന്തായിരിക്കും? 350 ആണ്. സം ഓഫ് ഓൾ ടേംസ് 350 എന്ന് എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. ഫസ്റ്റ് ടേം ഈസ് 30. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. 3 ടേംസ് പ്ലസ് ചെയ്തപ്പോൾ എന്ത് നമുക്ക് കിട്ടി? 300 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇതിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്, 3 ടേംസ് ആണ്. അപ്പോൾ നമുക്ക് പെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച ഫോർമുല എന്ന് പറയൂ. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു എന്താണ്? മിഡിൽ ടേം. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? സം ഓഫ് ഓൾ ടേംസ് അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാലോ, നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 3 ഇൻറ്റു മിഡിൽ ടേം എന്താണ്? x2 എന്ന് പറയുന്നത് 300 അല്ലേ? അപ്പോൾ x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 300 ഡിവൈഡഡ് ബൈ 3. x2 നമുക്ക് എന്ത് കിട്ടി? 100 ആണെന്ന് കിട്ടി. x1 നമുക്കറിയാം 30 ആണ്. x2ഉം x1ഉം കിട്ടിയാൽ എളുപ്പമല്ലേ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാൻ? ഡിഫറൻസ് എന്തായിരിക്കും? x2 മൈനസ് x1 എന്താണ്? 100 മൈനസ് 30 എന്താണ് ആൻസർ? 70. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. എത്ര? ഫസ്റ്റ് 3 ടേംസ് എഴുതിയാൽ മതി. x1 30, x2 എന്തായിരിക്കും? 70 പ്ലസ് ചെയ്താൽ 100 പ്ലസ് 70 170. 3 ടേംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം ഈസ് 30. x1 എന്ന് പറയുന്നത് 30 ആണ്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് 300 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മിഡിൽ ടേം അല്ല, ഇവിടെ ഈവൺ നമ്പർ ആണ്. അപ്പോൾ നമ്മൾ എന്തെഴുതും? നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയേഴ്സ് ഉണ്ടെന്ന് അത് എഴുതാം.
എത്ര പെയേഴ്സ് ഉണ്ട്? 4 ടേംസ്, 4/2, 2 പെയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 4 ടേം ഈസ് 300. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പോൾ റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ടേംസ് ആണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് എന്താണ്? 2 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തറിയാം? സം ഓഫ് ഈച്ച് ടേം എന്താണ്? സം ഓഫ് ഈച്ച് പെയർ, ഓരോ പെയറിൻ്റെയും തുക എങ്ങനെയാണ് കാണുക? സം ഓഫ് ഓൾ ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ഈക്വലായിട്ട് നമുക്ക് ആ പെയേഴ്സിന് കൊടുക്കണം അല്ലേ? അപ്പോൾ സം ഓഫ് ഓൾ ടേംസ് 300. എത്ര പെയേഴ്സ് ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 150. സം ഓഫ് ഈച്ച് പെയർ നമുക്ക് എന്ത് കിട്ടി? 150 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ x1 നമുക്കറിയാം. അപ്പോൾ x2 + x3യും 150 ആണ്. x1 + x4ഉം 150 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? x1 + x4 എന്ന് പറയുന്നത് 150 എന്നെടുക്കാം. അപ്പോൾ x1 എത്രയാണ്? 30 + x4 എന്തായിരിക്കും? 150 ആണ്. അപ്പോൾ x4 എന്താണ്? 150 - 30. അപ്പോൾ ഫോർത്ത് ടേം നമുക്ക് എന്ത് കിട്ടി? 120 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനായിട്ട് നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 2 ടേംസ് നമുക്കറിയാം. x4 - x1 / 4 - 1. x4 എന്താണ്? 120 - 30 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എന്ത് വരും? ആൻസർ 90/3. അപ്പോൾ ഡിഫറൻസ് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എഴുതാലോ? x1 എന്താണ്? 30. അപ്പോൾ ഡിഫറൻസ് പ്ലസ് ചെയ്യുക. 30 + 30 60, 60 + 30 90, 90 + 30 120 എന്ന് പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേം ഈസ് 30. x1 എന്ന് പറയുന്നത് 30 ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, അപ്പോൾ x1 + x2 + x3 + x4 + x5 എന്ന് പറയുന്നത് 300 ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് 5 ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം ആണ് നമുക്കറിയാം. അപ്പോൾ മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കാൻ. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 300ന് തുല്യമാണ് അല്ലേ? സം ഓഫ് ഓൾ ടേംസ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്ര ടേംസ് ഉണ്ട് ഇതിൽ? 5. അപ്പോൾ 5 × x3 എന്ന് പറയുന്നത് എന്താണ്? 300 ആണ്. അപ്പോൾ x3 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. x3 എന്ന് പറയുന്നത് എന്താണ്? 300 ഡിവൈഡഡ് ബൈ 5. ആൻസർ എന്താണ്? 60. അപ്പോൾ നമുക്ക് 2 ടേംസ് കിട്ടി. ഡിഫറൻസ് കാണാമല്ലോ. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x3 - x1 / 3 - 1. x3 എന്ന് പറയുന്നത് 60 - 30/2. 60 - 30 30/2. ഡിഫറൻസ് എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ എളുപ്പമല്ലേ? x1 എന്ന് പറയുന്നത് 30 + 15 എത്രയാണ്? 45. ഡിഫറൻസ് പ്ലസ് ചെയ്യുക. 15 പ്ലസ് ചെയ്യുക. 45 + 15 എത്രയായിരിക്കും? 60. 60 75 അങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഈസ് 30. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. സം ഓഫ് ഫസ്റ്റ് 6 ടേം, ഇത് ഈവൺ നമ്പറാണ്. 6 ടേമുകളുടെ തുക.
6 ടേമുകളുടെ തുക എന്താണ് തന്നിരിക്കുന്നത്? 300 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മിഡിൽ ടേം അല്ല കണ്ടുപിടിക്കാൻ പറ്റുക. എന്താണ് കിട്ടുക? പെയേഴ്സ് ആണ്. ഏതൊക്കെയാണ് പെയേഴ്സ്? x1 x6 ഒരു പെയർ, x2 x5 ഒരു പെയർ, x3 x4 ഒരു പെയർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയേഴ്സ് ഉണ്ട് ഇതിൽ? നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ 6 ടേംസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൽ എത്ര പെയേഴ്സ് ഉണ്ട്? 3 പെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? സം ഓഫ് ഈച്ച് പെയർ. ഓരോ പെയറിൻ്റെയും തുക കാണാനായിട്ട് നമുക്ക് ഫോർമുല അറിയാം. സം ഓഫ് ഈച്ച് പെയർ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ടേംസ്. എല്ലാ ടേംസിൻ്റെയും തുകയെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സം ഓഫ് ഈച്ച് പെയർ കിട്ടും അല്ലേ. അപ്പോൾ സം ഓഫ് ഓൾ ടേംസ് എന്താണ്? 300 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഏത് പെയർ വേണമെങ്കിലും എടുക്കാം. x1 പ്ലസ് x6 x2. ഇവിടെ നമ്മൾ x1 പ്ലസ് x6 എടുക്കാൻ കാരണം x1 എന്ന് പറയുന്നത് 30 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x1 പ്ലസ് x6 എന്ന് പറയുന്നത് 100 ആണെന്ന് എഴുതാം. അപ്പോൾ x1 എന്ന് പറയുന്നത് 30 ആണ്. 30 പ്ലസ് x6 എന്ന് പറയുന്നത് 100. അപ്പോൾ x6 എത്രയായിരിക്കും? 100 മൈനസ് 30. 100 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70. അപ്പോൾ 2 ടേംസ് കിട്ടിയാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു x6 മൈനസ് x1 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1. അപ്പോൾ x6 എന്ന് പറയുന്നാൽ 70 മൈനസ് 30 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്ത് വരും? 40/5. ആൻസർ എന്താണ്? 8. കോമൺ ഡിഫറൻസ് 8 ആണ്. x1 എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ എന്താവും അരിത്തമെറ്റിക് സീക്വൻസ്? 30 38 8 പ്ലസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 46 54 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ഇതിൽ നല്ല പോലെ റിവിഷൻ ചെയ്യുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നല്ല പോലെ പഠിക്കുക. കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, ബൈ.